ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അല്പസമയം ധ്യാനത്തിന് എടുത്തിരിക്കുന്ന വേദഭാഗം യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം, അതിന് 2-3 വാക്യങ്ങൾ. വാതിലിലൂടെ കടക്കുന്നവനോ ആടുകളുടെ ഇടയനാകുന്നു. അവന് വാതിൽ കാവൽക്കാരൻ തുറന്നു കൊടുക്കുന്നു. ആടുകൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നു. തൻ്റെ ആടുകളെ അവൻ പേരു ചൊല്ലി വിളിച്ച് പുറത്തു കൊണ്ടുപോകുന്നു. നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു വേദഭാഗമാണിത്. ഇവിടെ നമുക്ക് 3 ക്യാരക്ടേഴ്സിനെ കാണാൻ പറ്റും. ഒന്നാമതായി ഇടയനായ കർത്താവിനെയും, രണ്ടാമതായി കുഞ്ഞാടുകളായ നാം ഓരോരുത്തരെയും, മൂന്നാമതായി ഹൃദയത്തിൻ്റെ വാതിൽക്കാവൽക്കാരനായ പരിശുദ്ധാത്മാവിനെ. ഓമന പേര് ചൊല്ലി നമ്മുടെ അടുക്കിലേക്ക് കടന്നു വരുന്ന ഇമ്പമേറിയ കർത്താവിൻ്റെ ശബ്ദം നമുക്ക് കേൾക്കണമെങ്കിൽ ഹൃദയത്തിൻ്റെ വാതിൽക്കാവൽക്കാരനായ പരിശുദ്ധാത്മാവ് ആ വാതിൽ തുറന്നു കൊടുക്കണം. എന്നാൽ പാപം ചെയ്യുന്നത് വഴി, ലോകത്തിന് പിന്നാലെ പോകുന്നത് വഴി, പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്നത് വഴി, പരിശുദ്ധാത്മാവിനെ അനുസരിക്കാതിരിക്കുന്നത് വഴി നമ്മുടെ ഹൃദയം കഠിനമാകും. ഈ കടുത്ത ഹൃദയത്തിൽ വാതിൽ തുറന്നു കൊടുക്കാനോ കർത്താവിൻ്റെ ഇമ്പമേറിയ ശബ്ദം അകത്തേക്ക് കേൾക്കുവാനോ വളരെയധികം പ്രയാസമാണ്. എന്നാൽ പരിശുദ്ധാത്മാവിനെ അനുസരിക്കുന്നത് വഴി പാപം ചെയ്യാതെയും നിർമ്മലമായ ഹൃദയമാണ് നമുക്കുള്ളതെങ്കിൽ നമ്മുടെ ഹൃദയം മൃദുലമായിരിക്കും. ആ സമയത്ത് പരിശുദ്ധാത്മാവിന് വാതിൽക്കാവൽക്കാരനെ നിൽക്കുവാനും വാതിൽ തുറന്നു കൊടുക്കുവാനും കർത്താവിൻ്റെ ഇമ്പമേറിയ ശബ്ദം മൃദുലമായ ഹൃദയത്തിൽ കേൾക്കുവാനും സാധിക്കും. അപ്പോൾ നമ്മുടെ ഹൃദയം എപ്പോഴും മൃദുലമായി കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് കർത്താവിൻ്റെ ഇമ്പമേറിയ ശബ്ദം കേൾക്കുന്നതിനുള്ള ഒരു ചവിട്ടുപടിയാണ്. ഇതിൻ്റെ താഴോട്ട് നാം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഈ കുഞ്ഞാടിനെ ഇടയൻ പുറത്തു കൊണ്ടുപോയിട്ട് അതിന് ആഹാരം കൊടുക്കുന്നു, പച്ചയായ മേച്ചിൽപ്പുറം അതിന് കാണിച്ചു കൊടുക്കുന്നു. ഇടയനും കുഞ്ഞാടുമായി സന്തോഷത്തോടെ ഇരിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് താഴോട്ട് വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്. നമുക്ക് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാകും, ഒരു കുഞ്ഞാടിന് ഏറ്റവും ഇഷ്ടം ഇടയൻ്റെ കൂടെ ആയിരിക്കുക എന്നുള്ളതാണ്. കാരണം ആ സമയത്ത് കുഞ്ഞാടിന് ഭക്ഷണം കിട്ടും, കുഞ്ഞാടിന് എന്തെങ്കിലും മുറിവുകളുണ്ടെങ്കിൽ ഇടയൻ അതെല്ലാം ശുശ്രൂഷിക്കും, അതിനെ ലാളിക്കും, അതിനെ പരിപാലിക്കും, അതിനാവശ്യമുള്ളതെല്ലാം പ്രൊവൈഡ് ചെയ്ത് കുഞ്ഞാടിൻ്റെ ഒരു ഗാർഡിയനാണ് ഇടയൻ എന്ന് പറയുന്നത്. അപ്പോൾ കുഞ്ഞാട് എപ്പോഴും ഇടയൻ വന്ന് അതിനെ പുറത്തു കൊണ്ടുപോകുന്നതും ഇടയൻ്റെ കൂടെ ആയിരിക്കുന്നത് എപ്പോഴും കുഞ്ഞാടിങ്ങനെ ആഗ്രഹിച്ച് അതിൽ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുന്നതാണ് കുഞ്ഞാട്. ഇതേപോലെ നമ്മുടെ പ്രാർത്ഥന ലൈഫായിട്ട് നമുക്ക് കോറിലേറ്റ് ചെയ്യാൻ പറ്റും. നാം പ്രാർത്ഥിക്കാനിരിക്കുന്ന സമയത്ത് കർത്താവ് നമ്മുടെ അടുക്കിലേക്ക് കടന്നു വരികയും ആ സമയം പരിശുദ്ധാത്മാവ് ഹൃദയത്തിൻ്റെ വാതിൽ തുറന്നു കൊടുക്കുകയും കർത്താവ് ഓമന പേര് ചൊല്ലി വിളിക്കുന്ന കർത്താവിൻ്റെ ഇമ്പമേറിയ ശബ്ദം നമുക്ക് കേൾക്കുവാനും നമ്മുടെ ആത്മാവിനെ പുറത്തു കൊണ്ടുപോകുവാനും ആത്മാവിന് പച്ചയായ വചനമാകുന്ന മേച്ചിൽപ്പുറത്ത് കൊണ്ടുപോകുവാനും അങ്ങനെ ആത്മാവിന് വചനമാകുന്ന പരിപോഷണം നൽകി നമ്മുടെ ആത്മാവിനെ ബലപ്പെടുത്തുവാനും ചൈതന്യമുള്ളതാക്കുവാനും നമ്മുടെ ഹൃദയത്തിലോ നമ്മുടെ ആത്മാവിന് എന്തെങ്കിലും മുറിവുകളോ ക്ഷതങ്ങളോ ഏറ്റിട്ടുണ്ടെങ്കിൽ അവയെല്ലാം ഒരു കുഞ്ഞാടിൻ്റെ മുറിവുകൾ ഇടയൻ ഉണക്കുന്നത് പോലെ നമ്മുടെ ഹൃദയത്തിലും ഉണ്ടായ മുറിവുകൾ കർത്താവ് വചനധ്യാനത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ കർത്താവ് അവയെല്ലാം ഉണക്കുകയും അതിനെ വെച്ച് കെട്ടുകയും കർത്താവ് നമ്മെ സ്നേഹിക്കുകയും നമ്മെ പരിപാലിക്കുകയും നമ്മെ ലാളിക്കുകയും ഒക്കെ ചെയ്യും. ഇതിനെല്ലാത്തിനും ഒരു ചവിട്ടുപടി എന്ന് പറയുന്നത് നമ്മുടെ മൃദുലമായ ഹൃദയം കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ മൃദുലമായ ഹൃദയത്തിൽ കർത്താവിൻ്റെ ഓമന പേര് ചൊല്ലിയുള്ള കർത്താവിൻ്റെ ഇമ്പമേറിയ ശബ്ദം നമുക്ക് കേൾക്കുവാനായി സാധിക്കും. അതിനായി ദൈവം നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.